1964 കേരള കോൺഗ്രസ് പാർട്ടി സ്ഥാപിതമായത്. 1976 ഈ പാർട്ടിയിലെ ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റ് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ജോൺ ജേക്കബ് ഒറിജിനൽ കേരള കോൺഗ്രസ് ഉണ്ടാക്കി എന്നുള്ളത് ചരിത്രമാണ്. പക്ഷേ അത് പാർട്ടിക്ക് അത്ര വലിയൊരു ക്ഷതം സംഭവിക്കും, അല്ലെങ്കിൽ ഏതാനും MLA മാർ വിട്ടുപോയി എന്നല്ലാതെ ബഹുജനങ്ങളുടെ ഇടയിൽ, പാർട്ടി അനുഭാവികളുടെയും പ്രവർത്തകരുടെയും മെമ്പർമാരുടെയൊക്കെ ഇടയിൽ വലിയൊരു പിളർപ്പായിട്ട് അനുഭവപ്പെട്ടില്ല. KM ജോർജും KM മാണിയും തമ്മിലാണ് ആദ്യത്തെ പിളർപ്പ് ഉണ്ടാകുന്നത്. മാണി സാറാണ് പാർട്ടി പിളർത്തിയത്. അങ്ങനെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഉണ്ടായത്. മാതൃസംഘടന ജോർജ് ഗ്രൂപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടു. അധികം വൈകാതെ KM ജോർജ് ഹൃദയാഘാതം വന്നും മരിച്ചു. അപ്പോൾ ആ പാർട്ടിയുടെ പരമോന്നത നേതാവായിട്ട് R ബാലകൃഷ്ണപിള്ള ഉയർന്നു. അപ്പോൾ ഈ പത്രക്കാരാണ് ഈ രണ്ട് പാർട്ടികളെ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി ഒന്നിന് പിള്ള ഗ്രൂപ്പ് എന്നും മറ്റേതിന് മാണി ഗ്രൂപ്പ് എന്ന് പേരിട്ടത്. മാണി ഗ്രൂപ്പിനാണ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കുതിര കിട്ടിയത്. പിള്ള ഗ്രൂപ്പിൻ്റെ ചിഹ്നം തെങ്ങായിരുന്നു. പിള്ള ഗ്രൂപ്പ് മാർക്സിസ്റ്റ് മുന്നണിയിലും മാണി ഗ്രൂപ്പ് കോൺഗ്രസ് മുന്നണിയിലുമായി. 77 തെരഞ്ഞെടുപ്പിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടി. പിള്ള ഗ്രൂപ്പിൽ നിന്ന് 2 പേരെ ജയിച്ചുള്ളൂ, മാണി ഗ്രൂപ്പിൽ നിന്ന് 20 പേര് ജയിച്ചു. അങ്ങനെ മാണി ഗ്രൂപ്പ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ് ആയിട്ട് മാറി. പിള്ള ഗ്രൂപ്പ് അധികം വൈകാതെ ജനതാ പാർട്ടിയിൽ ലയിച്ചു. പിന്നീട് പിള്ള സാറ് ഈ ജനതാ പാർട്ടിയിൽ നിന്ന് പുറത്തു വരികയും പിള്ള ഗ്രൂപ്പ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അപ്പോഴവർക്ക് പിന്നെ ചിഹ്നമൊന്നും ഇല്ലാതെ സ്വതന്ത്ര ചിഹ്നമായിട്ടും മാറി. തെങ്ങൊക്കെ അതുകൂടി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇതാണ് ഈ പിളർപ്പിൻ്റെ ഒരു ഏകദേശ കഥ. പിന്നീട് EK നായനാരുടെ മന്ത്രിസഭയിൽ KM മാണിയും ലോറപ്പൻ നമ്പാടനും മന്ത്രിമാരായി, കൂട്ടത്തിൽ ബാലകൃഷ്ണപിള്ളയും മന്ത്രി. അപ്പോൾ ജോർജ് J മാത്യു മുൻകൈ എടുത്തിട്ടാണ് ഈ 2 ഗ്രൂപ്പുകൾ തമ്മിൽ ലയിപ്പിച്ചത്. അങ്ങനെ കേരള കോൺഗ്രസ് മാപി എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. മാണിയും പിള്ളയും തമ്മിൽ ചേർന്നു. ഞാൻ ഈ പഴംപുരാണം ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ നമ്മുടെ തൊട്ട് പടിവാതിലൊന്ന് നിൽക്കുന്ന സമയത്ത് വിവിധ വാർത്താ ചാനലുകൾ അവരുടെ യുക്തിക്കും മനോധർമ്മത്തിനും ഒത്ത രീതിയിൽ ഈ അഭിപ്രായ സർവേകൾ സംഘടിപ്പിച്ച് അതിൻ്റെ റിസൾട്ട് നമ്മളെ അറിയിച്ച് അവരിങ്ങനെ കൃതാർത്ഥരായിക്കൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റിൻ്റെ സർവേ, മനോരമയുടെ സർവേ, മാതൃഭൂമിയുടെ സർവേ, റിപ്പോർട്ടർ ചാനലിൻ്റെ സർവേ, മറുനാടൻ മലയാളിയുടെ സർവേ, അങ്ങനെ സർവേമയമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം. ഒരുപാട് ആളുകൾ ഇത് കാണും എന്നുള്ളതാണ് ഈ ചാനലുകാരുടെ അവരുടെ ഒരു സന്തോഷം. അതനുസരിച്ച് ഇവരുടെ റേറ്റിംഗ് കൂടും. ഈ കുറേ ആളുകൾ ഇത് ശരിയാണെന്ന് വിചാരിക്കും, കുറച്ച് പേര് ഇത് മുഴുവൻ തെറ്റാണ് എന്ന് പറയും. പക്ഷെ പൊതുവേ ഈ സർവേകൾ നൽകുന്ന ഒരു സൂചന, കേരളത്തിൽ നമ്മൾ വിചാരിച്ച പോലത്തെ കഠോരമായ ഒരു UDF തരംഗമില്ല. UDFന് 90 സീറ്റോ 95 സീറ്റോ പോയിട്ട് 85 സീറ്റ് പോലും കിട്ടും എന്ന് മനോരമ പോലും പ്രവചിക്കുന്നില്ല എന്നുള്ളതാണ്. മനോരമയുടെ സർവേ അനുസരിച്ച് പോലും കേരളത്തിൽ UDFന് ഏതാണ്ട് 75 80 സീറ്റുകളൊക്കെ കിട്ടുമെന്ന് അവർ വിചാരിക്കുന്നു. മാതൃഭൂമി അത്ര പോലും കൊടുക്കുന്നില്ല. അവരുടെ സർവേ അനുസരിച്ച് പിണറായി വിജയൻ 3ാമത് മുഖ്യമന്ത്രിയാവും എന്നാണ്. മറ്റ് ചാനലുകളുടെയൊക്കെ കഥ ഞാൻ പറയുന്നില്ല. പക്ഷേ പൊതുവെ മിക്കവാറും ചാനലുകൾ നൽകുന്നൊരു സൂചന, ചാനലുകൾക്ക് വേണ്ടിയിട്ട് അഭിപ്രായ സർവേ നടത്തി ഏജൻസികൾ നൽകുന്ന സൂചന, പാലായിൽ നമ്മുടെ മഹാനായ മാണി സാറിൻ്റെ മകൻ ജോസ് K മാണി തോറ്റുപോകും, അഥവാ മാണി C കാപ്പൻ വിജയിക്കും. 3ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഷോൺ ജോർജും ജോസ് K മാണി തമ്മിൽ കടുത്ത പോരാട്ടം നടക്കും എന്നാണ്. അതുപോലെ തന്നെ നമ്മളെയൊക്കെ അല്പമൊന്ന് വിസ്മയിപ്പിക്കുന്ന ഒരു പല സൂചന വരുന്നത് ഇടുക്കിയിൽ നിന്നാണ്. ഇടുക്കിയിൽ അജയ്യനാണെന്ന് കരുതപ്പെട്ടിരുന്ന റോഷി അഗസ്റ്റിൻ ഇത്തവണ പരാജയത്തിൻ്റെ കയ്പ് നീർന്നുവരും. 25 കൊല്ലം നീണ്ടുന്ന ഇടുക്കിയിലെ റോഷി യുഗം ഇതോടെ അവസാനിക്കും. അവിടെ റോയ് K പൗലോസ് എന്ന പഴയ DCC പ്രസിഡന്റ് അതിശക്തമായ പ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. അവിടെ റോയ് K പൗലോസ് ജയിക്കും, റോഷി അഗസ്റ്റിൻ തൂക്കും എന്നാണ്. അതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. റോഷി അഗസ്റ്റിൻ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്, വലിയ അഭ്യാസിയാണ്. ഏതായാലും റോഷി അഗസ്റ്റിൻ തോൽക്കുന്നു. അതേസമയത്ത് തന്നെ പാലായിൽ ജോസ് K മാണിയും തൂക്കുന്നു എന്നുള്ള അവസ്ഥയാണ്. അതേസമയത്ത് ഈ ചാനലുകൾ നൽകുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അഭിപ്രായ സർവേ നടത്തിയ ഏജൻസികൾ നൽകുന്ന സൂചന, ചങ്ങനാശ്ശേരിയിൽ മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥി ജോബ് മൈക്കിളിൻ്റെ കാര്യവും കുറച്ച് പരിങ്ങലിലാണ് എന്നാണ്. അതേസമയത്ത് കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N ജയരാജ് ജയിക്കും. അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി തീരെ കേൾപ്പോരും കേൾവിയില്ലാത്ത ഏതൊരു കോളേജ് പ്രൊഫസറാണ്. കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക് കോളേജിലെ പ്രൊഫസറും
കെ സി വേണുഗോപാലിൻ്റെ നോമിനിയും കാഞ്ഞിരപ്പള്ളി മെത്രാൻ്റെ കൈവപ്പുള്ള സ്ഥാനാർത്ഥിയുമാണെന്ന് കേൾക്കും. അവിടെ മെത്രാൻ്റെ കൈവപ്പോട് മാത്രം ജയിക്കുന്ന സീറ്റല്ല കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിയുടെ ഒരു വലിയ പ്രശ്നം അതാണ്. മാത്രമല്ല BJP സ്ഥാനാർത്ഥി നമ്മുടെ ജോർജ് കുര്യനാണ്. അപ്പോൾ സാമുദായികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകളെല്ലാം കഴിയുമ്പോൾ ഡോക്ടർ ജയരാജ് സാമാന്യം നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ജയരാജ് ജയിക്കും എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ റാന്നി മണ്ഡലത്തിൽ പ്രമോദ് നാരായണൻ ജയിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ആകത്തുക എടുക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ജോസ് കെ മാണി തോൽക്കുന്നു, റോഷി അഗസ്റ്റിൻ തോൽക്കുന്നു, ജോബ് മൈക്കിൾ തോൽക്കുന്നു. അതേസമയത്ത് ജയരാജ് ജയിക്കുന്നു, പ്രമോദ് നാരായണൻ ജയിക്കുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ മാണി ഗ്രൂപ്പ് പിള്ള ഗ്രൂപ്പ് ആകാൻ പോവുകയാണ്. അതിൽ മാണി എന്ന് പറഞ്ഞ വിഭാഗത്തെ പ്രതികരിക്കുന്ന ആളുകൾ ആരും തന്നെ ജയിക്കാതിരിക്കുകയും പിള്ള എന്ന് പറയാവുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രം ജയിക്കുകയും ചെയ്യുന്ന ഒരു കേരള കോൺഗ്രസിനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? ഈ അഭിപ്രായ സർവേക്കാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പോകണം. അതായത് മാണി ഗ്രൂപ്പ് പിള്ള ഗ്രൂപ്പ് ആകാൻ പോകും. അപ്പോൾ പിള്ള ഗ്രൂപ്പിൻ്റെ സ്ഥിതി എന്താവും എന്ന് വേറെ ചോദ്യമാണ്. പിള്ള ഗ്രൂപ്പിൻ്റെ പേരിപ്പോൾ കേരള കോൺഗ്രസ് B എന്നാണ്. പത്തനാപുരത്ത് ബാലകൃഷ്ണപിള്ള സാറിൻ്റെ മകൻ ഗണേഷ് കുമാർ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം ജയിക്കും, കുറഞ്ഞ ഭൂരിപക്ഷത്തോടെങ്കിലും ജയിക്കുമെന്നാണ് ഈ ഏജൻസിക്കാർ പറയുന്നത്. പക്ഷേ നാട്ടുകാർ പറയുന്നത്, പൊതുവേ പറഞ്ഞു കേൾക്കുന്നത്, വലിയ മത്സരമാണ് പത്തനാപുരത്ത്. ജ്യോതികുമാർ ചാമക്കാല യാകാശത്തെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ്. അതിനെ പിടിച്ചു കെട്ടാനായിട്ട് ഗണേഷ് കുമാറിന് ചുണയുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഗണേഷ് കുമാറിനെ പിടിച്ചു കെട്ടു, അതോ KSRTC ബസ്സിൻ്റെ ആക്സിലൊടിഞ്ഞ അവസ്ഥയിലാവും എന്ന് പറയാൻ ഞാൻ ആളല്ല. ഏതായാലും പത്തനാപുരത്ത് വലിയ മത്സരം നടക്കുന്നു. പിള്ള സാറിൻ്റെ മകൻ ഗണേഷ് കുമാർ അല്പം വെള്ളം കുടിച്ചിട്ടാണെങ്കിലും ജയിക്കും എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാണി ഗ്രൂപ്പ് ഇല്ലാതാകുകയും പിള്ള ഗ്രൂപ്പ് പ്രബലമാകുകയും ചെയ്യുന്ന ഒരു പുതിയ നിയമസഭയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവരുടെ പ്രവചനങ്ങൾക്ക് വല്ല അർത്ഥവും ഉണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള തമാശകളൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ബോറായി പോകും എന്നുള്ളത് കൊണ്ട് മാണി ഗ്രൂപ്പ് പിള്ള ഗ്രൂപ്പ് ആകുമോ എന്ന് കാണാനായിട്ട് ഞാൻ വളരെ താല്പര്യപൂർവ്വം കാത്തിരിക്കും.